ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റേഴ്സ് എന്നുള്ള പോർഷൻസ് കവർ ചെയ്ത ശേഷം പ്രോബ്ലംസ് എടുക്കുകയാണ്. എം സി ക്യൂസും പ്രോബ്ലംസുമാണ്. പ്രോബ്ലംസ് നെക്സ്റ്റ് സെക്ഷനിൽ കാണും. ആദ്യമേ നമ്മൾ എം സി ക്യൂസ് മാത്രമാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോൾഡ് ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സോൾഡ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോൺസ് കാരണമാണ് കറണ്ട് സോൾഡിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസ്. റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 1000 ohm ആണ്. റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് അറൌണ്ട് 1000 ohms. The draft velocity of electrons is very small compared to the speed of light. Speed of light വെച്ച് നോക്കുമ്പോൾ ഡ്രാഫ്റ്റ് വെലോസിറ്റി വളരെ ചെറുതായിരിക്കും. 1 commercial unit of energy is equal to 1 kilowatt-hour. ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ 1 kilowatt-hour ആണ്. 1 coulomb charge equals ചാർജ് ഓൺ ഒരു കൂളോം ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓൺ 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. ഇൻ ഗ്യാസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഡ്യൂ ടു ഗ്യാസിൻ്റെ അകത്ത് ഫ്ലോ ഓഫ് കറണ്ട് എന്തുകൊണ്ടായിരിക്കും? ഇലക്ട്രോൺസ് കാരണവും പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും കാരണമായിരിക്കും. സോൾസിലെ ഇലക്ട്രോൺസ് കാരണമാണ്. അതേസമയത്ത് ഗ്യാസിലെ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടാവുന്നതാണ്. ഇനി എസ് ഐ യൂണിറ്റ് പവർ എത്രയാണ്? വാട്ട്. എസ് ഐ യൂണിറ്റ് പവർ ഈസ് വാട്ട്. ഇലക്ട്രിക്കൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മളെന്താണ്? വോൾട്ടേജ് എന്ന് പറയും. ഇലക്ട്രിക്കൽ പ്രഷർ അല്ലെങ്കിൽ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഓഫ് എ ലോ റെസിസ്റ്റൻസ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. സബ്സ്റ്റൻസ് വിച്ച് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഓഫർ ലോ റെസിസ്റ്റൻസ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാണും, പക്ഷേ അതിനകത്ത് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ എന്താ പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് എ പുവർ കണ്ടക്ടർ. എന്ന് വെച്ചാൽ ഒരു നല്ല കണ്ടക്ടർ ഏതാണെന്ന് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പർ ഒരു നല്ല കണ്ടക്ടർ ആണെങ്കിൽ അതെ. ഔട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ കോപ്പർ, സോൾഡ്, സിൽവർ, പേപ്പറാണ് ഉള്ളത്. അപ്പോൾ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ. പേപ്പറാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പാസസ് കറണ്ട് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. എന്ന് വെച്ചാൽ കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ പ്രോപ്പർട്ടിനെ നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയണം. കണ്ടക്റ്റൻസ് ഇസ് റെസിപ്രോക്കൽ ഓഫ് കണ്ടക്റ്റൻസ്. എന്തിന് റെസിപ്രോക്കലാണ്? റെസിസ്റ്റൻസിന് റെസിപ്രോക്കൽ. കണ്ടക്റ്റൻസ് ഇസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി ആസ് R is equal to rho L/A ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി ആസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ റൈസ് ഓഫ് പ്യുവർ മെറ്റൽസ്. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ നേരത്ത് പ്യുവർ മെറ്റൽസിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് പറ്റും? അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ പ്യുവർ മെറ്റൽസിൽ ടെമ്പറേച്ചർ കൂടാതെ നേരത്തെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽസ് ഇൻക്രീസസ്. അതേ സമയത്ത് സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഡിക്രീസസ്. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഡിക്രീസസ്. ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഡിറ്റക്ട്സ് ഇലക്ട്രിക് കറണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഗാൽവനോമീറ്റർ. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഡിറ്റക്ട്സ് ഇലക്ട്രിക് കറണ്ട് ഈസ് നോൺ ആസ് ഗാൽവനോമീറ്റർ. കറണ്ട് വെലോസിറ്റി ത്രൂ എ കോപ്പർ കണ്ടക്ടർക്കുള്ള കറണ്ട് വെലോസിറ്റി എത്രയാണ്? ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മൈക്രോ സെക്കൻഡ്സ് പെർ മീറ്റർ. കറണ്ട് വെലോസിറ്റി ത്രൂ എ കോപ്പർ കണ്ടക്ടർ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മൈക്രോ സെക്കൻഡ്സ് പെർ മീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് നിയർലി സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ്. സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് ഉള്ള ഇതിലാണ് മാഗ്നൈനിലാണ്. സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് ഉള്ളത് മാഗ്നൈനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് ഹാവ് സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ്? മാഗ്നൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു റീപ്ലേസ് 1500 ohm റെസിസ്റ്റർ ഇൻ എ റേഡിയോ. എന്നിട്ട് പറയുന്നത് റേഡിയോയുടെ അത് ഒരു 1500 ohmൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. You have no 1500 ohm resistor but have several thousands ohm ones which you would connect. So 1500 ohmൻ്റെ റെസിസ്റ്റൻസ് നമ്മുടെ ഇല്ല. പകരം നമുക്ക് 1000ൻ്റെ റെസിസ്റ്റൻസ് അതുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? ഒരു 1000ൻ്റെ റെസിസ്റ്ററും പിന്നെ 2000ൻ്റെ റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഈ 1000ൻ്റെ റെസിസ്റ്ററിനോട് സീസ് ചെയ്ത് വെച്ചാൽ രണ്ടെണ്ണം 1000ൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അത് 500 ohm റെസിസ്റ്റർ ആവില്ല, ഹാഫായിട്ട് മാറും. 500 + 1000 ആണല്ലോ 1500. അപ്പോൾ 2 in parallel and 1 in series. 2 resistors are connected in series. റെസിസ്റ്റർ നമ്മൾ രണ്ടെണ്ണം എപ്പോഴാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ 2 resistors are said to be connected in series when same current passes in turn through both. Same current passes in turn through both. Which of the following statement is true both for a series and parallel DC circuit? ഒരു സീരീസ് DC സർക്യൂട്ടാണ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പാരലൽ DC സർക്യൂട്ട്. ഈ രണ്ട് കേസിലും എന്തായിരിക്കും സെയിം ആയിട്ടിരിക്കും? ഇപ്പോൾ കറണ്ട്സ് ചിലതിൽ വോൾട്ടേജ് അഡിറ്റീവ് ആയിരിക്കും, ചിലതിൽ കറണ്ട് അഡിറ്റീവ് ആയിരിക്കും. അതുപോലെ ചിലത് സെയിം കറണ്ട് ആയിരിക്കും, ചിലത് ഇൻഡിവിജ്വൽ കറണ്ട്സ് ആയിരിക്കും. ഇതൊക്കെ വേരിയിങ് സംഭവങ്ങളാണ്. ഒരേ ഒരു സംഭവം സെയിം ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ പവേഴ്സ് ആർ അഡിറ്റീവ് ആയിരിക്കും. എപ്പോഴും പവേഴ്സ് അഡിറ്റീവ് ആയിട്ടിരിക്കും. അപ്പോൾ സീരീസ് ആൻഡ് പാരലൽ DC സർക്യൂട്ട് ഹാവ് പവേഴ്സ് അഡിറ്റീവ് ഇൻ നേച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ്? സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഇതിൻ്റെ മാഗ്നൈനാണ്. ഇതിൻ്റെ അത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഏനാന്ന് പറഞ്ഞു. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ടെമ്പറേച്ചർ കൂടാൻ നേരത്തെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം പ്യുവർ മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, അലൂമിനിയം, ഇതൊക്കെ കണ്ടക്റ്റീവ് മെറ്റൽസ് ആണ്. ഇതൊക്കെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ കാർബൺ ആയിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓംസ് ലോ ഏതിനും ആപ്ലിക്കബിൾ അല്ലാതെന്ന്
എന്ന് വെച്ചാൽ നോൺ ലീനിയർ റെസിസ്റ്റൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓംസിലോടാത്ത ഗ്രാഫ് ഇറക്കാൻ അത് സെയിം ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ള റെസിസ്റ്റൻസിലേക്ക് പറ്റുന്നത്. അപ്പോൾ വാക്യൂം ട്യൂബ്സിനൊക്കെ ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ല. ഓംസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു വാക്യൂം ട്യൂബ്സ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ബെസ്റ്റ് കണ്ടക്ടർ ഏതാണെന്ന് വെച്ചാൽ അയൺ, കോപ്പർ, കാർബൺ, സിൽവർ. ഇതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടക്ടർ സിൽവറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബിയർ സെക്കൻഡ് കുഡ് ബി ദി യൂണിറ്റ്. ഇതിൽ ഏതിലാണ് ആംബിയർ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരിക എന്ന് പറയണം. ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം, കറണ്ട് ഇൻറ്റു ടൈം. I ഈസിക്കൽ ടു ക്യൂബായിട്ട് പഠിച്ചിട്ടില്ലേ. അപ്പോൾ എന്ത് ക്യൂ ആണ് ചാർജ് എന്ന് പറഞ്ഞാൽ Q ഈസിക്കൽ ടു I ഇൻറ്റു T ആയിരിക്കും. അപ്പോൾ ചാർജ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ആയിരിക്കും ആംബിയർ സെക്കൻഡ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഈക്വൽ ടു വാട്ട് എക്സെപ്റ്റ്. ഇതിൻ്റെ അകത്ത് വാട്ടിനായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഉണ്ടാവും. അതിൽ എക്സെപ്റ്റ് ചെയ്താണെന്ന് ചോദിച്ചു. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് ആണല്ലോ വാട്ട്. പവറിന് തന്നെ I² ആർ ഇതുണ്ട് ഒരു ഇക്വേഷൻ. അപ്പോൾ I² എന്ന് പറയുമ്പോൾ ആംബിയർ സ്ക്വയർ ഓം. പിന്നെ പവർ ഈസിക്കൽ ടു എനർജി ബൈ ടൈം ആണ്. അപ്പോൾ ജൂൾസ് പെർ സെക്കൻഡ്. അതുപോലെ പവർ ഈസിക്കൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് VI ആണ്. അപ്പോൾ ആംബിയേഴ്സ് വോൾട്ട്. പക്ഷേ ആംബിയർ പെർ വോൾട്ട് ഒരിക്കലും യൂണിറ്റ് അല്ല. അതുകൊണ്ട് ആംബിയർ പെർ വോൾട്ടാണ് ഇതിൻ്റെ ഉത്തരം. എ റെസിസ്റ്റൻസ് ഹാവ് റേറ്റിംഗ് 10 ohms ആൻഡ് 10 watt. ഇറ്റ് ഈസ് ലൈക്ലി ടു ബി വയർ മൗണ്ട് റെസിസ്റ്റർ ആയിരിക്കും. 10 ohms 10 watt. വെച്ചാൽ അത്യാവശ്യം ഓംസ് കൂടുതലുള്ള സംഭവമുള്ള 10 ohm എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് ഏത് റേഞ്ചിലാണ് പിന്നെ വയർ മൗണ്ട് റെസിസ്റ്റൻസിലാണ് നമ്മൾ 10 ohms 10 wattലുള്ള സംഭവമൊക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഇല്ലാത്തതാണ്. വെച്ചാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആയിരിക്കും. വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നത് പേപ്പർ, റബ്ബർ, മൈക്കൊക്കെ ഒരുമാതിരി ഇൻസുലേറ്റർ ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. അപ്പം ഇത് അലൂമിനിയത്തിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഇല്ലാത്തത്. വാരിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാരിസ്റ്റേഴ്സ് വേരിയൽ റെസിസ്റ്റേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സിന് നമ്മൾ വാരിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് ആണ് വാരിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഹാവ് ദ ഫംഗ്ഷൻ ഓഫ്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കണം. എന്തായിരിക്കും? പ്രിവെൻറ്റിംഗ് എ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ കണ്ടക്റ്റിംഗ് വയർസ്. കണ്ടക്റ്റിംഗ് വയർസിനിടയ്ക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. Insulating material have the function of preventing a short circuit between conducting wires. Rating of a fuse wire is expressed in. Fuse wire rating എപ്പോഴാണ് വരുന്നത്? ആംബിയേഴ്സിലേക്ക് വരുന്നത്. Rating of fuse wire is always expressed in amperes. The minimum charge on an ion is. ഒരു അയണിൽ മിനിമം ചാർജ് എത്ര ആയിരിക്കും? ഈക്വൽ ടു ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജിനോട് ഈക്വൽ ആയിരിക്കും. മിനിമം ചാർജ് ഓൺ ആൻ അയൺ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. മിനിമം ചാർജ് ഓൺ അയൺ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സീരീസ് സർക്യൂട്ട് വിത്ത് അൺഈക്വൽ റെസിസ്റ്റൻസ്. ഒരു സീരീസ് സർക്യൂട്ട് ആണുള്ളത്, അതിനകത്ത് അൺഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹയസ്റ്റ് റെസിസ്റ്റൻസ് വിൽ ഹാവ് ഹയസ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പ്. ഹയസ്റ്റ് റെസിസ്റ്റൻസിലായിരിക്കും ഹയസ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പം ഒരു അൺഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഏതാണോ അതിനായിരിക്കും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. V = I × R എന്നായിരിക്കുമല്ലോ. അപ്പോൾ സെയിം കറണ്ട് ആയാലോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ളതിനായിരിക്കുമല്ലോ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ ഫിലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് മെയ്ഡ് ഓഫ്. ഫിലമെൻറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് ബൾബിന്? ടങ്സ്റ്റൺ ആയിരിക്കും. ടങ്സ്റ്റൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഒരു ഗാലനോമീറ്റർ എങ്ങനെ അമ്മീറ്ററോ വോൾട്ടിമീറ്ററോ ആക്കി മാറ്റാമെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അമ്മീറ്റർ എന്താണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ടിമീറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് ആയിട്ടുള്ള അമ്മീറ്ററിന് വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കണം. അപ്പം നമ്മൾ എന്തെടുക്കും? ഒരു ലോ റെസിസ്റ്റൻസ് ഗാലനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അമ്മീറ്റർ ഫോം ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ലോ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ കറണ്ട് കൺസപ്ഷനും വോൾട്ടേജ് ഡ്രോപ്പും കുറവായിരിക്കും. അതേ സമയത്ത് വോൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിൽ വോൾട്ടേജ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അത് കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാകണം. അപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഗാലനോമീറ്റർ നമുക്ക് വോൾട്ടിമീറ്റർ കിട്ടുന്നത്. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. എ ഗാലനോമീറ്റർ വിത്ത് ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈസ് എ വോൾട്ടിമീറ്റർ. ഒരിക്കലും പറ്റില്ല. എ ഗാലനോമീറ്റർ വിത്ത് ഹൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈസ് എ വോൾട്ടിമീറ്റർ. ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആണ് വോൾട്ടിമീറ്റർ ഫോം ചെയ്യണം. എ ഗാലനോമീറ്റർ വിത്ത് ലോ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഇൻ അമ്മീറ്റർ. ശരിക്കും ലോ റെസിസ്റ്റൻസ് ഇൻ പാരലാണ്. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ലോ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അംഗീകരിക്കാം. അപ്പം ആ ഓപ്ഷൻ ഇച്ചിരി അംഗീകരിക്കാൻ പറ്റും, എന്നാലും ശരിയല്ല. ഗാലനോമീറ്റർ വിത്ത് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഇൻ അമ്മീറ്റർ ഒരിക്കലും അല്ല. അപ്പം ഓപ്ഷൻസിൽ പറ്റാവുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ്, വളരെ മൈന്യൂട്ടായിട്ട് അറിയാൻ പാടില്ലാത്തൊരു റെസിസ്റ്റൻസ് ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ അമ്മീറ്ററാണ്. അങ്ങനെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരിക്കും ഉത്തരം. ഇപ്പോൾ ഫ്യൂ മീറ്റേഴ്സ് ഓഫ് വയർ കണ്ടക്ടർ ഈസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ്. അപ്പം ഒരു ഫ്യൂ മീറ്റേഴ്സ് ഓഫ് വയർ കണ്ടക്ടർ ഉണ്ട്, അത് ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പ്രാക്ടിക്കലി അത് സീറോ ആയിരിക്കും. ഇഫ് എ പാരലൽ സർക്യൂട്ട് ഈസ് ഓപ്പൺ ഇൻ മെയിൻ ലൈൻ. ഒരു പാരലൽ സർക്യൂട്ട് നമ്മൾ പെട്ടെന്ന് മെയിൻ ലൈനിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് കറണ്ട് പോയിട്ട് ബാക്കിയുള്ള ബ്രാഞ്ചിലെ കറണ്ട് എല്ലാം കൂടി സീറോ ആയി പോകും. അതാണ് പറ്റുന്നത്. അപ്പോൾ ഈ സീറോ ഇൻ ഓൾ ബ്രാഞ്ചസ്.
ഇപ്പോൾ ഇതിനകത്ത് വരുന്ന 3 6 volt വാട്ട് ബൾബ്സ് ആർ പാരലൽ അക്രോസ് 60 വാട്ട് പവർ ലൈൻ. ഒരു 60 വോൾട്ട് പവർ ലൈനിന് പാരലായിട്ട് 3 60 വാട്ട് ബൾബ് നമ്മൾ പാരലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ എന്താ പറ്റുക ശരിക്കും? ഇത് മാർക്ക് ചെയ്തിട്ടില്ല. എന്ത് പറ്റും? ഒരു കുഴപ്പം പറ്റില്ല. ബാക്കി 2 ബൾബ് ഇരുന്ന് കത്തും ആയിരിക്കും പറഞ്ഞത്. അതർ 2 bulbs will light. അതായിരിക്കും സംഭവിക്കുന്നത്. The 4 bulbs of 40 watt each are connected in series with a battery across them, which is the following statement is true. ഒരു 4 40 watt ബൾബ് സീരീസ് ആയിട്ടാണ് എത്തിയിരിക്കുക ബാറ്ററിയോട്. അപ്പം ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്? കറണ്ട് ത്രൂ ഈച്ച് ബൾബ് ഈസ് സെയിം. സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആയിട്ടിരിക്കും. അതുപോലെ പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിട്ടിരിക്കും. 2 resistors R1 and R2 are connected in series across the voltage source where R2 is greater than R1. The last drop is across. അപ്പോൾ R2 greater ആണെന്നുണ്ടെങ്കിൽ സീരീസ് ആകുമ്പം കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് കൂടുതലുള്ള സാധനത്തിനായിരിക്കും കൂടുതൽ. അപ്പോൾ R2നായിരിക്കും കൂടുതൽ. ഇനി ക്ലോസ്ഡ് സ്വിച്ച് ഹാസ് റെസിസ്റ്റൻസ്. ക്ലോസ്ഡ് സ്വിച്ചിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. The hot resistance of the bulb's filament is higher than its cold resistance because temperature coefficient of filament is positive. ഹോട്ട് റെസിസ്റ്റൻസ് എന്ന് ചൂടായിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് വലുത് കൂടുതലായിരിക്കുന്നത്. കോൾഡ് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ്. അപ്പോൾ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയില്ലേ? അതുകൊണ്ട് ഹീറ്റ് ഈസിൻ്റെ കണ്ടക്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന നേരത്ത് കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കാരണമാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസ്. ദ ഇൻസുലേറ്റർ ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് കറണ്ട് ടു പ്രിവെൻറ്റ് ഷോക്ക്. ഈ 2 ഫാക്ടേഴ്സിനും ഇൻസുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻസുലേഷൻ എന്തൊക്കെ കൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യണേ? ഒരു ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ലീക്കേജ് കറണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ പ്രൊവൈഡ് ഓൺ കണ്ടക്ടർ. എന്തോരം തിക്നെസ്സിലായിരിക്കും നമ്മൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഓൺ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ എന്തോരം വോൾട്ടേജ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്തോരം ഇൻസുലേഷൻ അതിൽ കൊടുക്കണമെന്നുള്ളത്. ഒരു ഹൈ വോൾട്ടേജ് ഉള്ള സാധനത്തിൽ നിന്ന് ലോ വോൾട്ടേജിലാക്കി എപ്പോഴും കണ്ടക്ടൻസ് കാണും. അപ്പോൾ വോൾട്ടേജ് കൂടുതൽ സംഭവത്തിൽ നമ്മൾ ഇൻസുലേഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് റിമെയിൻ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് സീരീസ് സർക്യൂട്ട്. ഒരു സീരീസ് സർക്യൂട്ടിൽ എന്തൊക്കെ സെയിം ആയിരിക്കും? കറണ്ട് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇതിനകത്ത് ദ റെസിസ്റ്റൻസ് ഓഫ് ബാറ്ററി, ഇതിനകത്ത് ബാറ്ററിയുടെ റെസിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ദ റെസിസ്റ്റൻസ് R ഇസ് ഗ്രാജുവലി ഇൻക്രീസ്. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് സെയിം ആയിട്ടിരിക്കും. ഇവിടെ നോക്കുന്നത് ബാറ്ററി നമ്മൾ പാരലായിട്ട് കണക്ട് ആയിരിക്കും. ഇപ്പോൾ വോൾട്ട്മീറ്ററിനോട് ഇത് മറ്റേ ഇൻ്റർ റെസിസ്റ്റൻസ് ആറിനോടാണെങ്കിലും R എന്ന് പറയുന്ന സംഭവത്തിനാണ് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് എന്താണോ അത് തന്നെ ആയിരിക്കും എല്ലായിടത്തും സെയിം ആയിട്ടിരിക്കുക. ഇപ്പോൾ റെസിസ്റ്റൻസ് R കൂട്ടിയെന്നും പറഞ്ഞ് അതിനകത്ത് വോൾട്ടേജ് ഒരിക്കലും മാറിയല്ല. അപ്പോൾ വോൾട്ടേജ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതുപോലെ 1.11 തന്നിട്ടുള്ള സാധനത്തിൻ്റെ അകത്ത് ബാറ്ററി ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് എന്ത് പറ്റുമെന്ന്? ബാറ്ററിക്ക് ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് കൂടും എന്നാണ് കൂടുകയാണെങ്കിൽ. ഈ 40 watt ബൾബ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റൂം ഹീറ്റർ. ഒരു റൂം ഹീറ്ററിനോട് സീരീസ് ആയിട്ട് 40 വാട്ടിന് നമ്മൾ ബൾബ് കണക്ട് ചെയ്യണം. ഇനി ആ 40 വാട്ടിൻ്റെ ബൾബ് നമ്മളൊരു 100 വാട്ടിൻ്റെ ബൾബ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് അപ്പോൾ ഹീറ്ററിൻ്റെ ഔട്ട്പുട്ടിന് എന്ത് വരുമെന്ന് പറയുന്നത്. ഈ P = V²/R ആണ്. അപ്പോൾ നമ്മുടെ വാട്ട് കൂടാൻ നേരത്തെ എന്ത് പറ്റും? P is inversely proportional to R ആണ്. അപ്പോൾ വാട്ടേജ് കൂടുതലുള്ള സാധനത്തിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവായെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്രോപ്പ് കുറഞ്ഞിട്ട് മറ്റേതിന് കൂടുതൽ ഇത് കിട്ടും. അപ്പോൾ എന്ത് പറ്റും? ഹീറ്ററിൻ്റെ ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 40 വാട്ടിന് പകരം 100 വാട്ട് റീപ്ലേസ് വെച്ചാൽ റെസിസ്റ്റൻസ് കുറവുള്ളൊരു സാധനമാണ് നമ്മൾ റൂം ഹീറ്ററിനോട് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിന് ഔട്ട്പുട്ട് കൂടാനാണ് ചാൻസ്. ഇനി 500 watt 220 volt bulb is supplied with 110 volt. Power consumption by the bulb will be ഒരു 500 വാട്ട് 220 വോൾട്ടാണ് സംഭവം. 220 വോൾട്ടുള്ള സാധനത്തിന് വരെ 110 വോൾട്ട് നമ്മൾ സപ്ലൈ ചെയ്യണേ. അപ്പോൾ പവർ കൺസപ്ഷൻ ബാറ്ററി ഉണ്ടാകുന്ന പവർ കൺസപ്ഷൻ എന്ത് പറ്റും? പവർ കൺസപ്ഷൻ P = V²/R അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്ത് ഒരു 125 വാട്ടാണ് നമുക്ക് ഇത് വരുന്നത്. 110 വോൾട്ട് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിച്ചിട്ട് 110 വോൾട്ട് വെച്ച് നോക്കുക. അപ്പോൾ പവർ കൺസപ്ഷൻ ബൈ ദ ബൾബ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 125 വാട്ടായിരിക്കും. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 125 വാട്ടായിരിക്കും. പിന്നെ ഇലക്ട്രിക് കെറ്റിൽ വാട്ടർ ബോയിൽസ് ഇൻ 10 minutes. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇലക്ട്രിക് കെറ്റിൽ ബോയിൽ ചെയ്യും. അതേ സാധനം നമുക്ക് 15 മിനിറ്റ്സിലാണ് ബോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസിങ് ദ സെയിം സപ്ലൈ എന്ത് ചെയ്യണം? നമ്മൾ ലെങ്ത് ഓഫ് ഹീറ്റിംഗ് എലമെൻറ്റ് ഷുഡ് ബി ഡിക്രീസ്. ഹീറ്റിംഗ് എലമെൻറ്റ് ലെങ്ത്ത് കുറയ്ക്കാൻ തരുന്നത് R = ρL/A അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചാണ് ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത് കൂടുന്നത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൂടുമ്പോൾ പെട്ടെന്ന് ചൂടാവും. ഇത് 15 മിനിറ്റ് കൂടുതൽ സമയം ചൂടാകണമെങ്കിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം? ലെങ്ത്ത് ഹീറ്റിംഗ് എലമെൻറ്റ് ലെങ്ത്ത് നമ്മൾ കുറച്ചാൽ മതി. ആൻഡ് ഇലക്ട്രിക് ഫിലമെൻറ്റ് ബൾബ് ക്യാൻ ബി വർക്ക്ഡ് ഫ്രം. ഇലക്ട്രിക് ഫിലമെൻറ്റ് ബൾബിൻ്റെ എന്തൊക്കെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം? ബാറ്ററി കൊണ്ടും AC കൊണ്ടും DC കൊണ്ടും എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബോൾ ഓഫ് ദ എബോ. റെസിസ്റ്റൻസ് ഓഫ് എ ടങ്സ്റ്റൺ ലാമ്പ് ഈസ്
ഡാഷ് എസ് അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസസ്. ഒരു ടങ്സ്റ്റൺ ലാമ്പിൻ്റെ വോൾട്ടേജിന് എന്ത് പറ്റുന്നു, വോൾട്ടേജിൽ റെസിസ്റ്റൻസിന് എന്ത് പറ്റുന്നു. അപ്പോൾ എന്ത് പറ്റും, വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ടങ്സ്റ്റൺ ലാമ്പിൻ്റെ കൂടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് പാസിങ് ത്രൂ ദ സർക്യൂട്ട് പ്രൊഡ്യൂസസ്. എന്തൊക്കെ എഫക്റ്റാണ് ഒരു സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകും? മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകും, തെർമൽ എഫക്റ്റ് ഉണ്ടാകും, ന്യൂമിനസ് എഫക്റ്റ് ഉണ്ടാകും, കെമിക്കൽ എഫക്റ്റ് ഉണ്ടാകും. എല്ലാ എഫക്റ്റും ഉണ്ടാകും. ഇപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ്, തെർമൽ എഫക്റ്റ്, ന്യൂമിനസ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ് എല്ലാം ഉണ്ടാകുന്നതാണ്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഓൾവേസ് ഡിക്രീസസ് ഇഫ്. റെസിസ്റ്റൻസ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ബിക്കം മോർ. കൂടുതലായിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും, റെസിസ്റ്റൻസ് കുറയും. ഇഫ് ദ എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ഈസ് ടു ബി ഹൈ, വാട്ട് ഷുഡ് ബി ലോ. ഇതിലേതാണ് കുറയേണ്ടത്? ഇൻപുട്ട് പവർ കൂടുമ്പോൾ അനുസരിച്ച് എഫിഷ്യൻസി ഇസ്ക്വലി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണല്ലോ. ഈ രണ്ട് ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലോസസ് എന്തോരം കുറയ്ക്കുന്നു അതനുസരിച്ച് എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. When electric current passes through a metallic conductor, its temperature rises. This is due to electric current metallic conductor കൂടെ പാസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. എന്തുകൊണ്ടാണ്? കൊളിഷൻ ബിറ്റ്വീൻ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ്. ഈ ഇലക്ട്രോൺസ് അതിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ആറ്റംസിൻ്റെ കൊളിഷൻ കാരണമാണ് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. എ ഗ്ലാസ് റോഡ് വെൻ റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത്. നമ്മൾ ഈ ചീപ്പ് മുടിയോട് ചീപ്പുമ്പോൾ അതിന് ഫ്രിക്ഷൻ വരിക, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്നൊക്കെ പറ്റില്ല, ഫ്രിക്ഷൻ അതുപോലത്തെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത് ഈസ് ചാർജ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് അവേ ഇലക്ട്രോൺസ്. അതിനകത്ത് ഇലക്ട്രോൺസ് പോകുന്നതുകൊണ്ട് ചാർജ് കിട്ടുന്നവരാണ്. വെദർ എ സർക്യൂട്ട് മേ ബി എ സി ഓർ ഡി സി, വൺ ഫോളോയിങ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും ഇത് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ബിക്കംസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ്. ഏത് റിമൂവ്, ഫസ്റ്റ് ഇലക്ട്രോൺ ആണോ, സെക്കൻഡ് ഇലക്ട്രോൺ ആണോ, തേർഡ് ഇലക്ട്രോൺ ആണോ ഒരു ഓർബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടുന്ന നിൽക്കണം. എപ്പോഴും തേർഡ് ഇലക്ട്രോൺ ആണ് റിമൂവ് ചെയ്യാൻ പാട്. വെൻ വൺ ലെഗ് ഓഫ് പാരലൽ സർക്യൂട്ട് ഈസ് ഓപ്പൺഡ് ഔട്ട്, ദ ടോട്ടൽ കറണ്ട് വിൽ. ഒരു ലെഗ് പാരലൽ സർക്യൂട്ട്സ് നിർത്തി കളഞ്ഞു. അപ്പോൾ ടോട്ടൽ കറണ്ട് I1 + I2 + I3 എന്നായിരിക്കും. പെട്ടെന്നൊരു സർക്യൂട്ടിലൊക്കെ ഇതെടുത്ത് കളയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ അകത്ത് ടോട്ടൽ കറണ്ട് കുറയും. ഇൻ എ ലാമ്പ് ലോഡ് വെൻ മോർ ദാൻ വൺ ലാമ്പ് ഈസ് സ്വിച്ച്ഡ് ഓൺ, ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ലോഡ് വിൽ ബി. ഒരു ലാമ്പ് ലോഡിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ നമ്മൾ ലാമ്പ് സ്വിച്ച്ഡ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് പറയും, ഡിക്രീസ് ചെയ്യും. പാരലായിട്ടല്ല കണക്റ്റിയിരിക്കണം. ലാമ്പ് ലോഡ് എന്ന് പറയുന്നത് പാരലൽ സർക്യൂട്ടാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനെക്കാളും കുറവായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സീരീസ് കണക്ട് ചെയ്യുമ്പോൾ അത് കൂടും, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറയും. Total resistance of the load will be decreased. 2 lamps 100 watt and 40 watt are connected in series across 230 volt alternating current. Which of the following statement is true? എന്നുവെച്ചാൽ 40 വാട്ടും 100 വാട്ടായിരിക്കും. ഇതിനകത്ത് പറയണത് വെച്ചാൽ 40 വാട്ടിൻ്റെ ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്ററായിട്ട് കത്തുക. കാരണം വെച്ചാൽ 100 വാട്ട് 40 വാട്ടുണ്ട്. ഈ പവർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം 40 വാട്ടിന് കൂടുതൽ റെസിസ്റ്റൻസും 100 വാട്ടിന് കുറച്ച് റെസിസ്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് ഉള്ള സാധനമായിരിക്കും കൂടുതൽ ബ്രൈറ്ററായിട്ട് കത്തുക. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് കറണ്ടിൽ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. വെൻ ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ബബ്ലിംഗ് ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് ഇതാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന പറയുന്നത്, ഡി സി കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഈ ബക്കറ്റ് വാട്ടറിൽ ബബ്ലിംഗ് ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ ഫിലമെൻറ്റ് ലാമ്പ്. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ ഫിലമെൻറ്റ് ലാമ്പ് ഡാഷ് അസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസസ്. കാർബൺ ഫിലമെൻറ്റ് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് എന്ത് പറയും, ഡിക്രീസ് ചെയ്യുകയാണ്. കാർബൺ ഫിലമെൻറ്റ് ലാമ്പിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടു വേറൊരു സംഭവം കൂടിയുണ്ട്. അതിനകത്ത് റെസിസ്റ്റൻസ് ഓഫ് ടങ്സ്റ്റൺ ലാമ്പാണെങ്കിൽ എന്ത് പറ്റും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ടങ്സ്റ്റൺ ലാമ്പിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അതേസമയത്ത് കാർബൺ റെസിസ്റ്റൻസ് ഫിലമെൻറ്റ് ലാമ്പിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ടങ്സ്റ്റണിൽ റെസിസ്റ്റൻസ് കൂടും, കാർബൺ ഫിലമെൻറ്റിൽ റെസിസ്റ്റൻസ് കുറയും. ബൾബ്സ് ഇൻ സ്ട്രീറ്റ് ലൈറ്റിംഗ് ആർ ഓൾ കണക്റ്റഡ് ഇൻ. സ്ട്രീറ്റ് ലൈറ്റിംഗ് നമ്മൾ ബൾബിലെല്ലാം എങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ ബാക്കിയെല്ലാം വർക്ക് ചെയ്യണം. ഫോർ ടെസ്റ്റിംഗ് അപ്ലയൻസസ് ദ വാട്ടേജ് ഓഫ് എ ടെസ്റ്റ് ലാമ്പ് ഷുഡ് ബി. ടെസ്റ്റിംഗ് അപ്ലയൻസസ് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുമല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ വാട്ടേജ് എപ്പോഴും എന്തായിരിക്കും, ഹൈ ആയിരിക്കണം. സ്വിച്ചിങ് ഓഫ് എ ലാമ്പ് ഇൻ ഹൗസ് പ്രൊഡ്യൂസേഴ്സ് നോയ്സ് ഇൻ ദ റേഡിയോ. നമ്മളൊരു ലാമ്പ് സ്വിച്ച് ഓണോ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് റേഡിയോയിലുണ്ടാവും. ദിസ് ഈസ് ബിക്കോസ് സ്വിച്ചിങ് ഓപ്പറേഷൻ. എന്തുകൊണ്ടാണ് ഇത് കാരണം,
കാരണം സ്വിച്ചിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ആർക്സ് ഉണ്ടാകും, സെപ്പറേറ്റ് ചെയ്യുകയും കോണ്ടാക്ട്സ് ഉണ്ടാകുമല്ലോ, കോണ്ടാക്ട്സും സെപ്പറേറ്റിംഗ് കോണ്ടാക്ട്സിൻ്റെ ഇടയ്ക്ക് ആർക്ക് ഉണ്ടാകുമ്പോൾ അത് ഈ റേഡിയോനെ എഫക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം സ്വിച്ചിങ് ഓപ്പറേഷൻ പ്രൊഡ്യൂസസ് ആർക്സ് അക്രോസ് ദ സെപ്പറേറ്റിംഗ് കോണ്ടാക്ട്സ് ഡ്യൂ ടു വിച്ച് ദർ വിൽ ബി നോയ്സ് ഇൻ ദ റേഡിയോ. സ്പാർക്കിംഗ് occurs when a load is switched off because the circuit has high, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോഡ് സ്വിച്ച് ഓഫ് ചെയ്യണം, ആ സമയത്ത് സ്പാർക്കിംഗ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ആ സർക്യൂട്ടിൽ അവിടെ ഹൈ ഇൻഡക്റ്റൻസ് ഉണ്ടാവുകയും അത് നമ്മൾ വിച്ഛേദിക്കുമ്പോൾ പെട്ടെന്ന് അത് പറ്റാത്തതുകൊണ്ട് അതിന് സ്പാർക്കിംഗ് ഉണ്ടാവും. സ്പാർക്കിംഗ് occurs when load is switched off because the circuit has high inductance. ഇതുകൊണ്ടാണ് കോപ്പർ വയർ ഓഫ് ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഡ്രോൺ ഔട്ട് ടു 3 times ഇസ് ലെങ്ത് വിത്തൗട്ട് ചേഞ്ചിങ് വോളിയം. വോളിയം സെയിം ആണ്. വോളിയം സെയിം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് 3 times ആക്കി. അപ്പം ന്യൂ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ബിക്കംസ്, റെസിസ്റ്റൻസിൻ്റെ പുതിയ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്താവുന്നവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം വോളിയം സെയിം ആണ്. വോളിയം സെയിം ആവുമെന്ന് വെച്ചാൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ലെങ്ത്, അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം ലെങ്ത്ത് 3 times ആകുമ്പം ഏരിയ 1/3 കുറയും. അപ്പം R = റോ L/A ആണ്. 3L / A/3 വരുമ്പോൾ 9 times ആണ് വരുന്നത്. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് പറയുന്നത് 9 times ആയിരിക്കും. When the resistance of an heater fuses, then we connect it after removing a portion of it. The power of the heater will. അപ്പോൾ നമ്മൾ ഒരു ഹീറ്റർ ഫ്യൂസായി പോകുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് ഓഫ് പോർഷൻ കട്ട് ചെയ്ത ശേഷം ആ ഹീറ്റർ ഇത് തിരിച്ച് കണക്ട് ചെയ്യും. അപ്പം അതിൻ്റെ എന്ത് പറ്റും? അവിടെ റെസിസ്റ്റൻസ്, ആ ലെങ്ത്ത് പോയപ്പോൾ ആ റെസിസ്റ്റൻസ് അവിടെ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ പവർ എന്ത് പറ്റും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ് പവറും റെസിസ്റ്റൻസ് തമ്മിൽ. ഇപ്പോൾ പവർ കൂടും. പവർ ഓഫ് ദ ഹീറ്റർ വിൽ increase. When the resistance of a element of a heater fuses, then we connect it and after removing a portion of it, the power of the heater will increase. A field of force can exist only between, രണ്ട് അയൺസിനിടക്ക് മാത്രമേ ഒരു ഫീൽഡ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫീൽഡ് ഓഫ് ഫോഴ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബിറ്റ്വീൻ 2 ions. A substance whose molecule consists of dissimilar atoms is called, ഡിസിമിലർ ആയിട്ടുള്ള ആറ്റംസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എ സബ്സ്റ്റൻസ് ഹൂസ് മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് ഡിസിമിലർ ആറ്റംസ് ഈസ് കോൾഡ് compound. A substance whose molecule consists of dissimilar atoms is called compound. ഒരു മൈക്രോവോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ആയിരിക്കും. അപ്പോൾ 1 microvolt is equal to 1 × 10⁻6 volt ആയിരിക്കും. Which of the following could be the value of the resistivity of copper? കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 1.72 × 10⁻8 ഓം മീറ്റർ ആയിരിക്കും. 1.72 × 10⁻8 ഓം മീറ്റർ. കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി 1.72 × 10⁻8 ഓം മീറ്റർ. -8 ആണ്. ഇത് 1.72 അല്ലാതെ നല്ലുണ്ട് ഓപ്ഷനിൽ കണ്ടോ. അപ്പോൾ നമുക്ക് -4 ആണോ -6 ആണോ -5 ആണോ -8 ആണോ എന്ന് ഡൗട്ട് വരണം. അപ്പോൾ 1.72 മാത്രമല്ല 10⁻8 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നോട്ട് ചെയ്യണം. ഇൻ്റർനാഷണൽ ഓം ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ്, ഇൻ്റർനാഷണൽ ഓം ഇതിൻ്റെ ബേസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദ കോളം ഓഫ് മെർക്കുറി, കോളം ഓഫ് മെർക്കുറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ബേസിൽ നമുക്ക് ഇൻ്റർനാഷണൽ ഓം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ഓം ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് മെർക്കുറി. 3 identical resistors are first connected in parallel and then in series. The resultant resistance of first combination to the second will be. ആദ്യമേ നമ്മൾ ഫസ്റ്റ് 3 സെയിം റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റൻസ് നെറ്റ് ഈസ് ഈക്വൽ ടു R/N. എത്ര ആണോ കണക്ട് ചെയ്യുന്നത് അത് R/N. ആൻഡ് ദെൻ ഇൻ സീരീസ്. അപ്പോൾ എന്തായിരിക്കും? N × R. ഇപ്പോൾ റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് ഫസ്റ്റ് കോമ്പിനേഷൻ ടു ദ സെക്കൻഡ്. ഫസ്റ്റ് കോമ്പിനേഷൻ ടു ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ R/N /N. അപ്പോൾ 1/N² വരും. അപ്പം ഇവിടെ 3 അല്ലേ, അപ്പോൾ 1/9 വരും. വിച്ച് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? P = ഇൻകറക്റ്റ് ആണ്. P = VA, P = I²R, P = V²/R. ഇതെല്ലാം കറക്റ്റാണ്. P = V/R² തെറ്റാണ്. ഇൻകറക്റ്റ് എന്നുള്ള P = V/R² ആണ്. വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അബ്സല്യൂട്ട് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിൻ്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? വീറ്റ്സൺസ് ബ്രിഡ്ജ് മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ അബ്സല്യൂട്ട് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി ഫൗണ്ടഡ് ബൈ വീറ്റ്സൺസ് ബ്രിഡ്ജ് മെത്തേഡ്. ഇനി 1.104 ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ഓംസ് ലോ ഏതിനാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്? സെമികണ്ടക്ടേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. സെമികണ്ടക്ടേഴ്സിന് ആപ്ലിക്കബിൾ അല്ലാത്ത സംഭവമാണ് ഓംസ് ലോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ്? R = റോ L/A ആണ്. L എന്ത് യൂണിറ്റ് M ആണ്, മീറ്റർ എയുടെ യൂണിറ്റ് m². ആണ്. അപ്പം എന്താണ്? ഓം മീറ്റർ ആണ്. ഓം മീറ്റർ. സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റിനാണ് ഓം മീറ്റർ ആണ്.
Two copper conductors have equal length. Cross-sectional area of one conductor is 4 times that of the other. If the conductor having smaller cross-sectional area has a resistance of 40 ohms, the resistance of other conductor would be. Other conductor എത്രയായിരിക്കും? രണ്ട് കോമ്പറ്റർ കണ്ടുകൊണ്ട് ഇതെല്ലാം സെയിം ലെങ്ത് ആണ്. അപ്പോൾ ഏരിയയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് വൺ കണ്ടക്ടർ ഈസ് 4 times ദാറ്റ് ഓഫ് ദ അതർ. ഒരു കണ്ടക്ടറിൻ്റെ 4 times ആയിരിക്കും മറ്റൊന്ന് പറയുന്നത്. ഇതിനകത്ത് സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നുള്ളതാണ് ഇതിൻ്റെയാണ് 40 ohms. അപ്പം ഏരിയ എന്ന് പറയുന്നത് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഏരിയ ഡിവൈഡ് ബൈ 4 വരും. അപ്പോൾ നെറ്റ് പുതിയതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 40 ohm ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ അപ്പോൾ 10 ohms വരും. ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് എന്തിൻ്റെ ബേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം? ഓംസ് പെർ ഓം ഡിഗ്രി സെൽഷ്യസ്. ഓംസ് പെർ ഓം ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഓംസ് പെർ ഓം ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാവ് ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി? ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളതാണ് സിങ്ക്, മെർക്കുറി, ലെഡ്, കോപ്പർ. ഇതിൽ ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളത് കോപ്പറിനാണ്. കോപ്പർ. According to the Fuse law, the current carrying capacity varies as diameter raised to 3/2. According to Fuse law, the current carrying capacity varies as diameter raised to 3/2. Which of the following lamps have least resistance at a room temperature? റൂം ടെമ്പറേച്ചറിൽ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഏതിനായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം വോൾട്ടാണ്. 220 volt 220 volt 220 volt വെച്ചാണ്. അപ്പം ഏറ്റവും കൂടുതൽ പവർ ഏതിനാന്ന് നോക്കണം. അതിനായിരിക്കും പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പവർ റേറ്റിംഗ് ആണ്. അപ്പോൾ 200 വാട്ടിനാണ് ഇതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പവറാണ്. അപ്പോൾ 200 watt 220 volt ഇതിനാണ് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വിച്ച് റെസിസ്റ്റൻസ് വിൽ ബി ഫിസിക്കലി ലാർജർ ഇൻ സൈസ്? ഏറ്റവും കൂടുതൽ വാട്ടേജ് ഉള്ള റെസിസ്റ്റർ ഏതാണോ അതിനായിരിക്കും ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് 100 ohm 10 watt, 1 mega ohm half watt, 10 ohm 50 watt, 1 kilo ohm 1 watt. ഏറ്റവും വലിയ വാട്ടേജ് എത്ര? 50 watt. അപ്പോൾ 10 ohm 50 watt ഫിസിക്കലി ലാർജർ ആയിട്ടുള്ള സൈസ് ഉള്ളത്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ ഹീറ്റർ കോയിൽ ഇറ്റ് ഗ്ലോസ് ബട്ട് സപ്ലൈ വയറിൻ ഡസ് നോട്ട് ഗ്ലോ ബിക്കോസ് വെച്ചാൽ ഒരു ഹീറ്റർ കോയിലിൻ്റെ അകത്ത് പാസ് ചെയ്യാൻ നേരത്ത് കറണ്ട് ഫ്ലോ ചെയ്യാൻ നേരത്ത് അത് ഗ്ലോ ചെയ്യും. സാധാ സപ്ലൈ പോണ വയറിൻ്റെ അകത്തൂടെ അത് പാസ് ചെയ്യുമ്പോൾ ഗ്ലോ ചെയ്യും. എന്തുകൊണ്ടാണ്? ഹീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ മോറായിരിക്കും. സപ്ലൈ വയർസ് റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റർ കോയിൽ ഇസ് മോർ ദാൻ ദ സപ്ലൈ വയർസ്. അപ്പോൾ ഹീറ്റർ റെസിസ്റ്റൻസ് കൂടുതലുള്ള സാധനം ഗ്ലോ ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റർ കോയിൽ ഇസ് മോർ ദാൻ സപ്ലൈ വയർസ്. therefore when the current flows through the heater coil it glows, but when it passes through a supply wiring it does not glow. Condition for the validity under the Ohm's law is that resistance must be uniform. Ohm's law validity condition എന്താണ്? റെസിസ്റ്റൻസ് എപ്പോഴും യൂണിഫോം ആയിരിക്കണം. Which of the following statement is correct? A semiconductor is a material whose conductivity is same as between that of a conductor and insulator. സെമികണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്താണ്? എപ്പോഴും ഒരു കണ്ടക്ടറിനെക്കാളും കുറവും അതേസമയത്ത് ഇൻസുലേറ്ററിനെക്കാളും കൂടുതലുമായിരിക്കും. അപ്പോൾ സെമികണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ഹൂസ് കണ്ടക്ടിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ എ കണ്ടക്ടർ ആൻഡ് ലെസ്സർ ദാൻ എ ഇൻസുലേറ്റർ. എ റിയോസ്റ്റാറ്റ് ഡിഫേഴ്സ് ഫ്രം എ പൊട്ടൻഷ്യോമീറ്റർ. എങ്ങനെയാണ് ഒരു റിയോസ്റ്റാറ്റ് പൊട്ടൻഷ്യോമീറ്ററിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് ഹയർ വാട്ടേജ് റേറ്റിംഗ്. Weight of an aluminum conductor as compared to a copper conductor of identical cross section for the same electrical resistance is 50%. Weight of a aluminum conductor weight as compared to copper conductor of identical cross section ഉള്ള കോപ്പർ കണ്ടക്ടറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 50% ആയിരിക്കും. സെയിം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ഒരു അലുമിനിയം കണ്ടക്ടറിൻ്റെ വെയിറ്റ് കോപ്പർ കണ്ടക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഐഡന്റിക്കൽ ക്രോസ് സെക്ഷനുള്ള അതിന് 50% ആയിരിക്കും. വെയിറ്റ് ഓഫ് അലുമിനിയം കണ്ടക്ടർ ആസ് കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ഓഫ് ഐഡന്റിക്കൽ ക്രോസ് സെക്ഷൻ ഫോർ ദ സെയിം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് 50%. ആൻഡ് ഓപ്പൺ റെസിസ്റ്റർ വെൻ ചെക്ക്ഡ് വിത്ത് ആൻ ഓമീറ്റർ റീഡ്സ്. ഒരു ഓപ്പൺ റെസിസ്റ്റർ ആണെങ്കിൽ അതിന് ഒരു ഓമീറ്റർ വെച്ച് ചെക്കുമ്പോൾ എന്ത് വരും? അതിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് ഓപ്പൺ റെസിസ്റ്റർ വെൻ ചെക്ക്ഡ് വിത്ത് ആൻ ഓമീറ്റർ റീഡ്സ് ഇൻഫിനിറ്റ്. ഡാഷ് ആർ ദ മെറ്റീരിയൽസ് ഹാവിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മച്ച് ലെസ് ദാൻ most of the metals but much greater than that of typical insulators. സെമികണ്ടക്ടേഴ്സിൻ്റെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിനെക്കാളും കുറവും അതേസമയത്ത് ഇൻസുലേറ്റേഴ്സിനെക്കാളും കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഹാവ് ഹൈ കണ്ടക്ടേഴ്സ്. എല്ലാ നല്ല കണ്ടക്ടേഴ്സിനും ഹൈ കണ്ടക്ടേഴ്സ്. വോൾട്ടേജ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഫ്രം നിക്രോം. ദ വോൾട്ടേജ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഫ്രം നിക്രോം. നെക്സ്റ്റ് വൺ, വോൾട്ടേജ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു. എന്തിനാണ് നമ്മൾ വോൾട്ടേജ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യണമെന്ന്? ടു സപ്രസ് സർജസ്. വോൾട്ടേജ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സപ്രസിങ് സർജസ്.
The ratio of mass of a proton to that of an electron is nearly equal to. അപ്പോൾ mass of an electron is equal to 1/1840 of the mass of proton എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ mass of proton by mass of electron എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1840 ആയി. 1840. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6. അപ്പോൾ 2 4 ആയിരിക്കും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുന്നത്. Next one, with the 3 resistances connected in parallel, if each dissipate 20 watt, the total power supplied by the voltage source will be. Powers additive അല്ലേ, 3 റെസിസ്റ്റർ ഉള്ളത്, 3 20 വാട്ട് വെച്ചായിരിക്കും പോകുന്നത്. The 3 resistors with each dissipates എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 20 into 360 watt. Parallel have the values G1 is equal to 2000 micromole, G2 is equal to 3000 micromole, and G3 is equal to 4000 micromole. ടോട്ടൽ കണ്ടക്ടൻസ് വിൽ ബി. അപ്പോൾ ഇത് പാരലൽ ആയതുകൊണ്ട് കണ്ടക്ടൻസ് എപ്പോഴും അഡിറ്റീവ് ആയിരിക്കും. അപ്പോൾ G ഈസ് ഈക്വൽ ടു G1 പ്ലസ് G2 പ്ലസ് G3 ആയിരിക്കും. അപ്പോൾ 2000 പ്ലസ് 3000 പ്ലസ് 4000 ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പ്ലസ് 4 ഈക്വൽ ടു 9000 മൈക്രോമോ ആയിരിക്കും. അപ്പോൾ നെറ്റ് റിസൾട്ടൻ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 9000 മൈക്രോമോ ആണ്. എ തെർമിസ്റ്റർ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ്. തെർമിസ്റ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളത്. ഇനി ഐയും ആറും ടി തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന കറണ്ടും ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസും ടി എന്ന് പറയുന്ന ടൈമും ആയിരിക്കും. ജൂൾസിലനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? I² RTയുടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു I² RT. നിക്രോം വയർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ അലോയിയാണ്? നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെ അലോയിയാണ് നിക്രോം വയർ. When a voltage of 1 volt is applied, a circuit allows 1 microampere current to flow through it. The conductance of the circuit is 1 mu mho. Which of the following can have negative temperature coefficient? ഏതിനായിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളതെന്ന്? ഇലക്ട്രോലൈറ്റ്സിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളത്. ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ്. ഇനി കണ്ടക്ടൻസ് എന്ന് പറയുന്ന അതിൻ്റെ യൂണിറ്റാണ് മോ. അപ്പം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇതിൽ ഏതാ ഉള്ളത്? റെസിസ്റ്റൻസിൻ്റെ ഓം ആയിരിക്കും. കപ്പാസിറ്റൻസ് ഫാരഡാണ്. ഇൻഡക്ടൻസ് ഹെൻറിയാണ്. 1 ആക്സിയം ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. 1 ആക്സിയം ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. 1 ന്യൂട്രോൺ മീറ്റർ ഈസ് സെയിം ആസ് 1 ജൂൾ. 1 ന്യൂട്രോൺ മീറ്റർ ഈസ് സെയിം ആസ് 1 ജൂൾ. 1 ന്യൂട്രോൺ മീറ്റർ ഈസ് ഈക്വൽ ടു 1 ജൂൾ. ഇനി അടുത്ത സെക്ഷൻസ് പ്രോബ്ലംസ് നമ്മൾ വേറെ സെക്ഷനായിട്ട് പറഞ്ഞായിരിക്കും. ഓക്കെ, താങ്ക് യു.